നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതിക മാഡം അല്ലേ? അതെ മാഡം, ഞാൻ സ്റ്റേഷനിൽ നിന്നോ. മാഡത്തിന്റെ ഹസ്ബൻഡിനെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. രാജുനെയോ? അതെ മാഡം. രാജുവിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. നല്ല ദിവസങ്ങൾ വരും ജീവിതത്തിലേക്ക്. ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നത് രാജുവിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കും. നോക്കാം. എന്നാ കിടന്നാലോ? എന്നാ ഞാൻ പോയി പായടിച്ചിട്ട് വരാം. എനിക്കറിയില്ല രാജു, എത്ര നാൾ സത്യം മറച്ചുവെച്ച് രാജുവിനൊപ്പം ഉണ്ടാകാൻ കഴിയുമെന്ന്. പക്ഷെ രാജുവിന്റെ കൂടെ ഞാൻ എത്ര നാൾ ഉണ്ടാകുമോ അത്രയും നാൾ ഞാൻ സുരക്ഷിതയായിരിക്കും. അതെനിക്ക് ഉറപ്പാ. എന്താ സർ? എങ്ങോട്ടാ? ഒരു ഇന്റർവ്യൂ ഉണ്ട് സർ, അത് അറ്റൻഡ് ചെയ്യാൻ പോവാ. ഒരു പ്രശ്നമുണ്ടല്ലോ രാജു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ സ്റ്റേഷനിലോട്ട് വാ. എന്താ സർ കാര്യം? എല്ലാം അറിഞ്ഞാലേ സാർ എഴുന്നള്ളത്തുള്ളോ? പിടിച്ച് കയറോണ്ടിലോട്ടു. നിക്ക്. അറസ്റ്റ് ആണോ? ആണെങ്കി വാറന്റ് ഉണ്ടോ? വാറന്റ് അല്ലേ? ഇതാണ് നിന്റെ വാറന്റ്. പിടിച്ച് കേട്ടവനെ. എന്താ കാര്യം? സർ പ്ലീസ് സർ, എന്റെ ഫയല് സർ. സർട്ടിഫിക്കറ്റ്സ് സർ. പിടിച്ചിറക്കണോ? എന്താ കാര്യം? പിടിച്ച് കേട്ടോ. എന്താ കാര്യം? നിനക്ക് വാറന്റ് വേണം അല്ലടാ? സർ അറ്റ്ലീസ്റ്റ് എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്തെന്നെങ്കിലും പറ. നിനക്ക് കൊണ്ടൊന്നും പോരാടാ. സാറേ, ഇതെന്റെ അവകാശം. എന്ത് കംപ്ലൈന്റിന്റെ പുറത്താ എന്നെ അറസ്റ്റ് ചെയ്തെന്ന് എനിക്കറിയണം. ആരാണ് കംപ്ലൈന്റ് ചെയ്തതെന്ന് എനിക്കറിയണം. എന്നാ നിനക്ക് കാണിച്ചു തന്നേക്കാം. ഇതാണ് നിനക്കെതിരെ കിട്ടിയ റിട്ടേൺ കംപ്ലൈന്റ്. എനിക്കതൊന്ന് വായിച്ചു നോക്കണം. സൗകര്യപ്പെടില്ല. നീ പോയിട്ടെ മനുഷ്യാവകാശ കമ്മീഷനിൽ കംപ്ലൈന്റ് കൊടുക്കും. അങ്ങനെ വല്ല കേസും ആവുകയാണെങ്കിൽ ഞാൻ എന്റെ തൊപ്പി ഉരുവെച്ച് വീട്ടിൽ പോയിരുന്നോളാം. സർ ദയവ് ഇത് പറയണം. എനിക്കെതിരെയുള്ള കംപ്ലൈന്റ് ആരാ തന്നത്? ഞാനാ കൊടുത്തത്. ദീപക്. അതേടാ, ഞാൻ തന്നെ കംപ്ലൈന്റ് കൊടുത്തത്. എനിക്ക് നിന്നെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. പിന്നെ വിചാരിച്ചു വേണ്ടെന്ന്. നിയമത്തിന്റെ ഒരു സഹായം ഇരിക്കട്ടെ എന്ന് കരുതി. അതാവുമ്പോ ആരും കുറ്റം പറയില്ലല്ലോ. ദീപക്, നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അതേടാ, നിനക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് എനിക്ക് ആവശ്യമുള്ള പ്രശ്നങ്ങളാ. സാറേ, എനിക്ക് ഇവരോട് മാത്രമേ ഒന്ന് സംസാരിക്കണം. വാ പുറത്തോട്ടേക്കാം. എന്റെ എത്ര നാളത്തെ സ്വപ്നങ്ങളാ നീ ഒറ്റ ദിവസം കൂടെ തകർത്തെറിഞ്ഞെന്നറിയോ? ആ നിന്നെ ഞാൻ സുഖിച്ച് ജീവിക്കാൻ വിടുന്നു കരുതിയോ? എടാ, നിന്റെ വെറും വ്യാമോഹം മാത്രമായിരുന്നു അത്. നിന്നെ ഞാൻ വിടില്ല. ജീവിതകാലം മുഴുവനും നിന്റെ പുറകെ തന്നെ ഉണ്ടാവും ഞാൻ. മനസ്സിലായോ? നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂടാ. നിന്നെ ഞാൻ അനുഭവിപ്പിച്ചിട്ടേ വിടൂ. ദീപക് വേണ്ട. അയ്യോ, ദയനീയത കൊള്ളാം. നല്ല രസമുണ്ട് കാണാൻ. എടാ, ഒന്നുകൂടെ പറഞ്ഞേ. പറ പറടാ.
ദൈവം ഉണ്ടെന്ന് പറയുന്നത് സത്യമാണെന്ന് എനിക്ക് ഇപ്പോഴാ ബോധ്യമായത്. എന്നെ നീ എവിടെയെല്ലാം നാണം കെടുത്താ നോക്കിയേ. അമ്മാവന്റെ മുന്നിലും പലവട്ടം, ഋതികയുടെ മുന്നിലും പലവട്ടം. അങ്ങനെ എത്ര അവസരം നിനക്ക് എന്നെ നാറ്റിക്കാൻ കിട്ടിയോ അന്നെല്ലാം നീ എന്നെ നാറ്റിച്ചു. എന്റെ ജീവിതം നീ വഴിമുട്ടിച്ചു. നിന്നെ എന്നെങ്കിലും എന്റെ വാക്കിന് കിട്ടുമ്പോ തിരിച്ചു തരാനായിട്ട് ഓങ്ങി നിൽക്കുമായിരുന്നു ഞാൻ. എന്തോ നിന്റെ സമയദോഷത്തിനും എന്റെ നല്ല സമയത്തിനും നീ എന്റെ കൈ തന്നെ വന്ന് കയറി. അങ്ങനെ വന്നു കയറി നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലടാ, വിടില്ല ഞാൻ. വിട്ടാൽ എന്നെ പോലൊരു മണ്ടൻ വേറെ കാണില്ല. ഇനി എന്തായാലും അടുത്തിടെ ഒന്നും നിനക്ക് പുറത്തു വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, ഇത് മഞ്ജു മാഡത്തിന്റെ ഫ്രണ്ട് അല്ലേ? രാജു, വർമ്മ സാറിന്റെ PA. ഹലോ, ഋതിക മാഡം അല്ലേ? അതെ മാഡം, ഞാൻ സ്റ്റേഷനിൽ നിന്നാ. മാഡത്തിന്റെ ഹസ്ബൻഡിനെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. രാജുനെയോ? അതെ മാഡം. ഞാൻ ഇപ്പൊ വരാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആഹാ, വന്നല്ലോ വനമാല. സർ, രാജുനെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ആരും പറഞ്ഞ് അറസ്റ്റ് ചെയ്തു? ആരാ അവരെ വിളിച്ചറിയിച്ചത്? രേവതി, നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത് സർക്കാരാണോ അതോ ഇവരുടെയൊക്കെ വീട്ടിൽ നിന്നാണോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും വിളിച്ചറിയിച്ചാ സസ്പെൻഷൻ വാങ്ങിച്ച് വീട്ടിൽ ഇരിക്കേണ്ടി വരും. മനസ്സിലായല്ലോ? ഓക്കോ. മാഡത്തിന് എന്താ വേണ്ടത്? രാജു എവിടെ? വരണം. ആ, ഈ രാജു എന്ന് പറയുന്ന ആള് ഇതാ അകത്തേക്കുന്ന ആളാണെന്ന് നോക്കി. രാജു, ഋതിക മാഡം, രാജു, എന്തിനാ രാജുനെ അറസ്റ്റ് ചെയ്തത്? എനിക്കറിയില്ല മാഡം. മാഡോ? അത് കൊള്ളാലോ. സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാ ഭാര്യയെ പേരോ അല്ലെങ്കിൽ എടി ബോഡി എന്നൊക്കെയാ വിളിക്കാറ്. ഇതൊരുമാതിരി പെൺകോതനെ പോലെ മാഡം. സർ, ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കയറി കമന്റ് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.